അത്യുന്നതനും കാരുണ്യവാനുമായ സ്തുതി. ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു, ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു, അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് തരണം ചെയ്ത ഒരു കുടുംബത്തിലെ ചരിത്ര സംഭവമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അമേരിക്കയിൽ 1804 ജനിച്ച നഥാനിയേൽ ഹാത്തോൺ എന്ന വ്യക്തി കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ കസ്റ്റംസിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ഏതാനും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. നഥാനിയേൽ ഹാത്തോണും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ചിന്തിക്കുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നോക്കട്ടെ, ജീവിത പങ്കാളിയുടെ മനസ്സൊന്ന് അറിയണം. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഇത് കേട്ട ഭാര്യ അദ്ദേഹത്തെ സഹായിക്കാനും കലഹം ഉണ്ടാക്കാനും തുടങ്ങി. അപ്പോൾ അസ്വസ്ഥതയോടെ അദ്ദേഹം മദ്യശാലയിലേക്ക് പോവുകയാണ്. നഥാനിയേൽ ഹാത്തോൺ തന്റെ വീട്ടിലേക്ക് ചെന്നു. വളരെ വിഷമത്തോടെ ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ച ജീവിത പങ്കാളി ചോദിച്ചു, എന്ത് പറ്റി? സന്തോഷമല്ലോ? അദ്ദേഹം പറഞ്ഞു, ഉപേക്ഷിക്കാതെ ഒരു വിധി ഉണ്ടായി, എന്നെ ഞങ്ങൾ ഏതാനും പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇത് കേട്ട് വളരെ വിഷമിച്ച ജീവിത പങ്കാളി ആത്മസംവേദനം നേടിയെടുത്തുകൊണ്ട് പറഞ്ഞു, അതിനെന്താ ഇത്ര വിഷമിക്കാതിരിക്കുന്നത്? ഒരു ജോലി പോയെന്നല്ല ഉള്ളോ, അത് സാരമില്ല, നമുക്കതേക്കുറിച്ച് നാളെ ചിന്തിക്കാം, ഇന്ന് ആഹാരം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ജീവിത പങ്കാളിയുടെ സ്നേഹം കണ്ടേ അദ്ദേഹം സന്തോഷത്തോടെ ആണെങ്കിലും വളരെ ആലോചിച്ചെന്ന് വൈകിട്ട് കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം ജീവിത പങ്കാളി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, കുടുംബ ചെലവിനായിട്ട് തന്ന പണത്തിലെ ഒരു ഭാഗം ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കുറച്ച് നാൾ കഴിയാം. പിന്നെ ഞാൻ വേണമെങ്കിൽ അവിടെയുള്ള എൻ്റെ കൂട്ടുകാരിയുടെ ഒരു ഷോപ്പിൽ ചെറിയ ജോലികളൊക്കെ ചെയ്യാം, വേറെ ജോലി കിട്ടുന്നവരം വരെ നിങ്ങൾ വിഷമിക്കണ്ട. എന്നിട്ട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയ കഥകളൊക്കെ എഴുതുകയും ആ കാലത്തെ അങ്ങനെയുള്ള രചനകളിൽ ഏർപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതേ ഒത്തിരി കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യേ, വീട്ടിൽ നിന്ന് അങ്ങനെ എഴുതുക, ഞാൻ പോയി ചെറിയ ജോലി ചെയ്ത് കൊടുക്കാം. അദ്ദേഹത്തിന് വളരെ ആശ്വാസമായെങ്കിലും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് എഴുതണമെന്നൊന്നും ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് ഇരിക്കുകയാണ്. അന്ന് രാത്രി അദ്ദേഹം പാതിരായ്ക്ക് ഉണർന്ന് നോക്കിയപ്പോൾ ജീവിത പങ്കാളി കണ്ടില്ല. അടുത്ത മറിയിച്ച് നോക്കിയപ്പോൾ അവൾ കൈ വിരിച്ചു പിടിച്ച് ദൈവത്തിന് നിലവിളിച്ച് കണ്ണീരോടെ അപേക്ഷിക്കുകയാണ്. ഇത് കണ്ട ഹാത്തോൺ വളരെ വിഷമമായി. വീണ്ടും ജീവിത പങ്കാളി നിങ്ങൾ എഴുതാൻ തുടങ്ങുക. അങ്ങനെ നഥാനിയേൽ എഴുതാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ എഴുതിയ കഥയുമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജീവിത പങ്കാളി ഒരു പത്ര ഓഫീസിലേക്ക് എത്തുകയാണ്. പത്രാധിപർ നോക്കിയിട്ട് ചോദിച്ചു, ഇത് ആരെഴുതിയതാണ്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് എഴുതുന്നതാണ്. അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല. അങ്ങനെ നഥാനിയേലിനെ വിളിക്കുകയും അവർ ഇന്റർവ്യൂ ചെയ്തു. കാരണം ഇത് അദ്ദേഹം തന്നെ എഴുതാണോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അവർക്ക് മനസ്സിലായപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അത് വളരെ ആളുകൾക്ക് വളരെ അനേകം ജനതകളെ ആകർഷിച്ച ഒരു ഗ്രന്ഥമായിരുന്നു. അതിൻ്റെ പേരാണ് സ്കാർലറ്റ് ലെറ്റർ. ആ സ്കാർലറ്റ് ലെറ്റർ പുസ്തക രൂപത്തിലാക്കുകയും അനേകം കോപ്പികൾ വിതരണം ചെയ്ത് ധനം സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ
വളരെ സമ്പന്നനായിട്ട് ജീവിത പങ്കാളിയുടെ ആ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിന് കീർത്തികൾ ലഭിക്കുകയും അനേകം ചെറുകഥകളും കഥാസമാഹാരങ്ങളും എഴുതുകയും ചെയ്തു. അങ്ങനെ ലോകപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനായി തീർന്നു. അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച, കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ചപേക്ഷിച്ച ആ സഹോദരിയുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഉന്നതമായ ഒരു ജീവിതം നയിക്കാനും സമാധാനമായി ജീവിക്കാനും കുടുംബത്തിന് കഴിഞ്ഞു. നമുക്കും ഈ കഥ അനുഗ്രഹമാക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.